തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം അതിപുരാതനവും അതിപ്രശസ്തവുമായ ഈ മഹാക്ഷേത്രം കന്യാകുമാരി ജില്ലയിലാണ്. എന്നാൽ കേരളത്തിൻ്റെതെന്നും പറയാം. ഒരു കാലത്ത് ഈ മഹാക്ഷേത്രം കേരളത്തിൻ്റെതായിരുന്നു. വൈഷ്ണവരുടെ 108 തിരുപ്പതികളിൽ ഒന്നാണിത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം താലൂക്കിലെ തിരുവട്ടാർ ഗ്രാമത്തിലാണ് ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല പേരുകളിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ദക്ഷിണ വൈകുണ്ഠം, ചേരനാട്ടിലെ ശ്രീരംഗം, തിരുവട്ടാർ ക്ഷേത്രം, ആദികേശവ പെരുമാൾ ക്ഷേത്രം, പരശുരാമസ്ഥലം, ആദിതാമസ്ഥലം എന്നിങ്ങനെ വിവിധ പേരുകളുണ്ട്. ചുമർ ചിത്രങ്ങൾക്കും തടികൊണ്ടും കല്ലുകൊണ്ടുമുള്ള ശില്പങ്ങൾക്കും ഏറെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. കേരളീയ രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു കണക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 4000-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. ഒരിക്കൽ ബ്രഹ്മാവ് നടത്തിയ യാഗത്തിൽ ഉണ്ടായ ചില പിഴവുകൾ നിമിത്തം യാഗാഗ്നിയിൽ നിന്ന് കേശൻ, കേശി എന്നീ അസുര സഹോദരർ പുറത്തു വന്നു. കേശനും സഹോദരി കേശിക്കും മരണമുണ്ടാകില്ല എന്ന വരവും ലഭിച്ചിരുന്നു. കേശനും കേശിയും എല്ലാവരെയും ഉപദ്രവിച്ച് ജീവിക്കുകയും ഇവരുടെ ഉപദ്രവം ദുസ്സഹമായപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയും അതുകണ്ട് കേശൻ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ഉടനെ കേശനെ ആദിശേഷൻ വരിഞ്ഞു മുറുക്കുകയും ആദിശേഷന്റെ പുറത്ത് ഭഗവാൻ ശയിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടത്തെ വിഗ്രഹമഹത്വം. കേശനെ കാണാതായപ്പോൾ കേശനോടൊപ്പം ഉണ്ടായിരുന്ന കേശിയും കേശന്റെ ഭാര്യയും ഗംഗാദേവിയെ തപസ്സനുഷ്ഠിക്കുകയും അവർ നദികളായി രൂപാന്തരപ്പെടാനുള്ള വരം നേടുകയും ചെയ്തു. നദികളാണ് കോതയാറും പറളയാറും. അന്വേഷണത്തിൽ കേശൻ ആദിതാമപുരത്തുണ്ടെന്ന് അറിയുകയും ചെയ്തു. അന്ന് തിരുവട്ടാറിൻ്റെ നാമം ആദിതാമപുരം എന്നായിരുന്നു. കോതയാറും പറളയാറും അങ്ങനെ പാഞ്ഞെടുത്തു വന്നപ്പോൾ ഭഗവാൻ ഇരുന്ന ഈ പ്രദേശത്തെ ഭൂമിദേവി ഭൂനിരപ്പിൽ നിന്നും ഉയർത്തി. പിന്നീട് കോതയാറും പറളയാറും ശാന്തരൂപരായി മടങ്ങി. ഇതാണ് ഐതിഹ്യം. വട്ടത്തിലൊഴുകിയ ആറ് എന്ന അർത്ഥത്തിലാണ് തിരുവട്ടാർ എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത്. ചുറ്റമ്പലത്തിൽ 224 കൽത്തൂണുകളുണ്ട്. ഓരോ കൽത്തൂണിലും സാലഭഞ്ജികമാരുണ്ട്. ഓരോ സാലഭഞ്ജികമാരുടെയും ഭാവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഓരോ തൂണിലും ഈ സാലഭഞ്ജികയെ കൂടാതെ 9 മുതൽ 12 വരെ വ്യത്യസ്ത ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 224 തൂണുകളിലൂടെ എന്തുമാത്രം ശില്പങ്ങളാണ്! ഇവിടുത്തെ ശില്പചാതുര്യം വാക്കുകളിൽ വർണ്ണിക്കാൻ പറ്റില്ല. ഇരുപത്തിരണ്ടടി നീളമുള്ള ഭഗവത് വിഗ്രഹം 16,008 സാളഗ്രാമങ്ങൾ കൊണ്ട് കടും ശർക്കര യോഗത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ദിവ്യദേശങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഗ്രഹമാണിതെന്ന് പറയപ്പെടുന്നു. മൂലവിഗ്രഹത്തിന് അഭിഷേകമില്ല. അഭിഷേകം ഉത്സവമൂർത്തിക്ക് മാത്രമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ ഭഗവാന്റെ തിരുമുഖം, നാഭി, തിരുവടികൾ ദർശിക്കാൻ 3 വാതിലുകളുണ്ട്. അഷ്ടാംഗവിമാനത്തിനു താഴെ തെക്കിൽ ശിരസർപ്പിച്ച് വടക്ക് കാലുകൾ നീട്ടി പടിഞ്ഞാറ് ദർശനമായി മുഖമർപ്പിച്ച് ഇടതുകരം താഴെ തൂക്കിയിട്ട് വലതുകരം യോഗമുദ്രയോടെ ആദിശേഷനുമേലെ ഭുജംഗ ശയനത്തിലുള്ള പ്രതിഷ്ഠയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ കിഴക്കോട്ടാണ് ദർശനം. 2 പേരും മുഖാമുഖം നോക്കുന്ന രീതിയിലാണെന്ന് പറയപ്പെടുന്നു. തിരുവമ്പാടി കണ്ണൻ, അയ്യപ്പൻ, വൈഷ്ണവി ദേവി എന്നീ മൂർത്തികളുമുണ്ട് ക്ഷേത്രത്തിൽ. ധനക്ഷേത്രത്തിന് പുറത്തായി നരസിംഹമൂർത്തിയുടെ ക്ഷേത്രവുമുണ്ട്. ഗർഭഗൃഹത്തിന് മുന്നിലായി 18 അടി ചതുരത്തിലും 8 അടി ഉയരത്തിലുമുള്ള ഒറ്റക്കൽ മണ്ഡപമുണ്ട്. ഇത് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ മണ്ഡപമായി കരുതപ്പെടുന്നു. ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ ഊർധ്വതാണ്ഡവം, രതിമന്മഥൻ, ഇന്ദ്രജിത്ത്, വേണുഗോപാലൻ, ലക്ഷ്മണൻ തുടങ്ങിയവരുടെ ശില്പങ്ങളുമുണ്ട്. കണ്ണന്റെ പുല്ലാങ്കുഴൽ നാദത്തിൽ മുഴുകി പാൽ കുടിക്കുന്ന പല മൃഗങ്ങളുടെ ശില്പങ്ങളും ഇവിടെ കാണാം. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവ ക്ഷേത്രമായിട്ടും
തിരുവട്ടാർ ക്ഷേത്രം പറയുന്നുണ്ട്. അതായത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആസ്ഥാനം പത്മനാഭപുരം കൊട്ടാരം ആയിരുന്ന സമയത്ത് തിരുവട്ടാർ ക്ഷേത്രമായിരുന്നു കുലദൈവ ക്ഷേത്രം. പിന്നീട് രാജകുടുംബം അവരുടെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായി കുലദൈവ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്കൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാവും. അതായത് തിരുവട്ടാർ ക്ഷേത്രത്തിൻ്റെ ഒരു പുനഃസൃഷ്ടിയല്ലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് തോന്നും. കുളച്ചൽ യുദ്ധവുമായി തിരുവട്ടാർ ക്ഷേത്രത്തിനൊരു ചരിത്രം പറയാനുണ്ട്. 1741 ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിന് പോകുന്നതിന് മുന്നായി പെരുമാളിൻ്റെ നടയിൽ ആയുധം വെച്ച് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അത്രേ. ആ യുദ്ധത്തിൽ മഹാരാജാവ് വിജയിക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഏഷ്യയിൽ ഒരു വെള്ളക്കാരനെ ഒരു നാട്ടുരാജാവിന് തോൽപ്പിക്കാൻ സാധിക്കുന്നത്. അത് അന്ന് ലോകത്തിന് ശക്തമായ നാവികപ്പടയായിരുന്നു ഡച്ചിനുണ്ടായിരുന്നത്. അവരെ തോൽപ്പിക്കാൻ സാധിച്ചത് പെരുമാളിൻ്റെ അനുഗ്രഹമായിട്ടാണ് രാജാവ് വിശ്വസിച്ചു പോകുന്നത്. പൂജാസമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, വൈകിട്ട് 5 മുതൽ 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാനായി നാഗർകോവിൽ നിന്ന് 30 കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് 50 കിലോമീറ്റർ, മാർത്താണ്ഡത്ത് നിന്ന് 6 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി, നാഗർകോവിൽ, കുളിത്തുറൈ അഥവാ മാർത്താണ്ഡം. തിരുവട്ടാർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട മറ്റൊരു പേരാണ് ശ്രീ സുകുമാരൻ നായർ. അദ്ദേഹത്തെ പട്ടാളം എന്ന ഓമനപ്പേരിലും അറിയപ്പെടാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം അല്ലെങ്കിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും അദ്ദേഹത്തെക്കുറിച്ച്. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും ക്ഷേത്രാചാരങ്ങളും എന്ന് വേണ്ട ക്ഷേത്രത്തെക്കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ ഒരു മടിയുമില്ലാതെ എത്ര നേരം വേണമെങ്കിലും വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു വ്യക്തിത്വമാണത്. ശരിക്കും ഭഗവാൻ നിയോഗിച്ച പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞങ്ങൾക്കും അദ്ദേഹത്തെ കാണാനും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. പക്ഷേ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ക്ഷേത്രത്തിനകത്തു നിന്നായിരുന്നു എല്ലാം പറഞ്ഞു തന്നത്.